ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. വീനസ് സ്റ്റാറിന് നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. വീനസ് സ്റ്റാർ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ട്വിൻ ഫ്ലെയിംസിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നോക്കാം. വീനസ് സ്റ്റാറിന് നമ്മുടെ ഉള്ളിൽ ഹിഡനായിട്ട് കിടക്കുന്ന തമോ ഗുണങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. അതായത് നമ്മൾ ഈ ജേർണി തുടങ്ങുന്ന സമയത്തുള്ള വ്യക്തിയല്ല ഇപ്പോഴുള്ളത്. നമ്മൾ കുറേയധികം ഹീൽഡ് ആയിട്ടുണ്ട്. വളരെ പീസ്ഫുള്ളായിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. നമുക്കൊരു ആത്മസംതൃപ്തിയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വീനസ് സ്റ്റാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ സോളിനുള്ളിൽ ഹിഡനായി കിടക്കുന്ന നമ്മുടെ ഷാഡോ സെൽഫിനെ പുറത്തേക്ക് കൊണ്ടുവരും. അതായത് ഈ ജന്മജന്മാന്തരങ്ങളിലൂടെ നമ്മുടെ ഈ ഒരു ബർത്തിലൂടെ നമ്മുടെ DNA ഒക്കെയും നമ്മുടെ ഉള്ളിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ തമോ ഗുണങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവരും. അതിൻ്റെ ഫലമായിട്ട് ഇതുവരെയും വളരെ പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ട്വിൻ ഫ്ലെയിംസ് നമ്മൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതിനേക്കാളും അല്ലെങ്കിൽ ആ ഒരു ഫേസിലേക്ക് നമ്മൾ പെട്ടെന്ന് ഒരു സഡൻ ഷിഫ്റ്റ് ആക്കപ്പെടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുവരെ ഏതൊരു സാഹചര്യത്തെയും സമാധാനത്തോടും കൂടി ക്ഷമയോടും കൂടി കൈകാര്യം ചെയ്തിരുന്ന ട്വിൻ ഫ്ലെയിംസ് ഇമ്പൾസീവായിട്ട് ആക്ട് ചെയ്യുകയും വളരെ ഷാർപ്പായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുകയും ഇമ്പൾസീവ് ഡിസിഷൻസ് എടുക്കുകയും ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ വഴക്കുകൾ, പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അതുപോലെ നമ്മുടെ ജേർണിയിൽ കൗണ്ടർ പാർട്സ് തമ്മിൽ സെപ്പറേറ്റഡ് ആയിരുന്നുവെങ്കിൽ ആ കൗണ്ടർ പാർട്സ് വീണ്ടും കമ്മ്യൂണിക്കേഷനിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതും ഒരു ഇമ്പൾസീവ് ആക്ഷൻ്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. കൂടുതൽ ചിന്തിക്കാതെ അതുവരെ പ്രാക്ടിക്കാലിറ്റിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന മസ്കുലൈൻസ് പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുത്ത് കമ്മ്യൂണിക്കേഷനിൽ വരികയും ഫെമിനൈന് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫെമിനൈനും അതുപോലെ തന്നെ ഒരു ക്വിക്ക് ഡിസിഷൻ്റെ പുറത്ത് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് സ്വീകരിക്കുന്നു. ഇവർ രണ്ടുപേരും ഹീൽഡ് അല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും ചലഞ്ചസ് അവിടെ ഉണ്ടാകുന്നു. അതുപോലെ കോണ്ടാക്റ്റിലിരുന്ന ട്വിൻ ഫ്ലെയിംസിന് സഡനായിട്ടൊരു സെപ്പറേഷനാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതും ഒരു ഇമ്പൾസീവ് ആക്ഷൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മളിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ളത്, നോൺ വെജ് കഴിക്കാത്തവരുണ്ട്, അതുപോലെ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അതൊക്കെയും നമുക്ക് വീണ്ടും നമ്മളെ അതിലേക്കൊക്കെ വീണ്ടും പോകാനായിട്ട് പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് വീണ്ടും നമ്മൾ മുമ്പ് എങ്ങനെയായിരുന്നു ആ ഒരു തരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെയും പുറത്ത് കടക്കുന്നതിന് വേണ്ടി നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി അവയെല്ലാം ഒന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങളൊരു ഗൈഡൻസ് എടുക്കണം. ആരിൽ നിന്ന് ആ ഗൈഡൻസ് എടുക്കണം? നിങ്ങളും നിങ്ങളുടെ സോളും രണ്ടായിട്ട് നിന്നുകൊണ്ട് ഒരു ഗൈഡൻസ് എടുക്കുക. അതായത് നിങ്ങൾ നിങ്ങളുടെ സോളിനോട് ആണ് ഗൈഡൻസ് ചോദിക്കാൻ പോകുന്നത്. ഈ സോളിന് ഇത്രയും ജന്മങ്ങളിലെ അറിവുണ്ട്. ഇതൊരു ഡിവൈൻ സോളാണ്. ആ ഒരു അറിവുണ്ട്. പരമാത്മാവിൻ്റെ അംശത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റേതായ അറിവുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ ഇതിനി മുന്നോട്ട് പോകേണ്ടത്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ സോള് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത്തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ആ ഒരു നിങ്ങളുടെ സോളിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന ഗൈഡൻസ് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. നിങ്ങളെ ഏറ്റവും നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ സോളിന് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ജേർണി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു വ്യൂ സോളിനുണ്ട്. പക്ഷെ നമ്മളെന്നുള്ള വ്യക്തിയാണ് ഇവിടെ പലതരത്തിൽ ആക്കപ്പെടുന്നത്. നമ്മൾ പലതരത്തിലും നമുക്ക് എനർജി ചേഞ്ചസ് മറ്റും ഉണ്ടായി നമുക്കാണ് മാറ്റം ഉണ്ടാകുന്നത്. ഇവിടെ ആ സോള് നമുക്ക് പറഞ്ഞു തരുന്ന ഗൈഡൻസ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഈ സോളും ഈ ഒരു വ്യക്തിയും ഒരേ ഡയറക്ഷനിൽ പോകുന്ന, ഒരുപോലെ ചിന്തിക്കുന്ന ഒരു സമയം എത്തും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു വഴിക്ക് പോകുന്നു, നമ്മുടെ സോളും കറക്റ്റായിട്ടുള്ളൊരു ഡയറക്ഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അതിൽ നിന്നും രണ്ടുപേരും ഒരേ ഒരു ഡയറക്ഷനിലേക്ക് എത്തുന്ന ഒരു ടൈം എത്തും. അവിടെയാണ് ഒരു ട്വിൻ ഫ്ലെയിമിന് ഏറ്റവും ഹാപ്പി ആൻഡ് പീസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നത്. എപ്പോഴും ഒരു ട്വിൻ ഫ്ലെയിമിൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ജേർണി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, ഹീൽഡായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അതുപോലെ നിങ്ങൾക്ക് ഈ ട്വിൻ ഫ്ലെയിം ജേർണിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ
ഒരു ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്.